നിങ്ങൾക്ക് ഈ കഥ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണണേ. ലൈക്ക് ചെയ്യാനും മറക്കണ്ട. അടുത്ത നിമിഷം അനീഷിൻ്റെ കോൾ അവളുടെ ഫോണിലേക്ക് വന്നു. അഭിനയുടെ ഹൃദയം ഒരു നിമിഷം നിലച്ചതുപോലെ തോന്നി. ഫോൺ കയ്യിൽ നിന്ന് താഴെ വീഴാതിരിക്കാൻ അവൾ അത് മുറുകെ പിടിച്ചു. അവൾ എന്താണ് മറുപടി നൽകേണ്ടത് എന്നറിയാതെ സ്തംഭിച്ചു നിന്നു. അവൾ വിറയ്ക്കുന്ന കൈകളോടെ കോൾ അറ്റൻഡ് ചെയ്ത് ഹലോ അവൾ പറഞ്ഞു. മറുതലയ്ക്കൽ നിശബ്ദതയായിരുന്നു. കുറച്ച് നിമിഷങ്ങൾക്ക് ശേഷം അനീഷ് ശാന്തമായി പറഞ്ഞു, അബി, നിന്റെ പെരുമാറ്റം ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു നീ എന്തോ മറച്ചു വയ്ക്കുന്നുണ്ടെന്ന്. അഭിന ശ്വാസം അടക്കി പിടിച്ചിരുന്നു. വൈശാഖിൻ്റെ ഭീഷണി അവളുടെ ഓർമ്മയിൽ മിന്നിമറഞ്ഞു. സത്യം പറഞ്ഞ തകർന്നു പോകുന്നത് താൻ മാത്രമല്ല, തൻ്റെ അച്ഛൻ, അമ്മ. അങ്ങനെയൊന്നുമില്ല, അവൾ പറഞ്ഞു. വിവാഹം തീരുമാനിച്ചത് സമ്മതത്തോടെയാണെങ്കിൽ ഇങ്ങനെയൊന്നും ആയിരിക്കില്ലെന്നാ എനിക്ക് തോന്നുന്നത്. അബിക്ക് ഒട്ടും സന്തോഷമില്ല. വീട്ടുകാരുടെ നിർബന്ധം കൊണ്ടാണോ സമ്മതിച്ചത്? അനീഷ് ഒരു സംശയം പോലെ ചോദിച്ചു. അഭിനയുടെ ലോകം തന്നെ തകർന്നു വീഴുന്നത് പോലെ അവൾക്ക് തോന്നി. അവൾ ഒന്നും മിണ്ടാതെ നിൽക്കുന്നത് കണ്ട് അനീഷ് വീണ്ടും ചോദിച്ചു, ഇനിയും വൈകിയിട്ടില്ല. എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഇപ്പം പറയേ. രണ്ട് വീട്ടിലും വിവാഹ നിശ്ചയത്തിൻ്റെ ഒരുക്കങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. വൈകിയ രണ്ട് കുടുംബത്തെയും അത് ബാധിക്കും. ഇല്ല, ഞാൻ പൊതുവെ ഇങ്ങനെയാ, അധികം ആരോടും എന്ന് പറഞ്ഞ് അവൾ നിർത്തി. ഞാനൊരു പോലീസുകാരനായതുകൊണ്ടായിരിക്കാം എനിക്കിങ്ങനെയൊക്കെ കാണുമ്പോൾ സംശയം തോന്നുന്നത്. അബിക്ക് ഈ വിവാഹത്തിൽ സമ്മതക്കുറവൊന്നുമില്ലെന്ന് ഞാൻ വിശ്വസിച്ചോട്ടെ? അനീഷ് ചോദിച്ചു. അനീഷിൻ്റെ ചോദ്യം ഒരു തിരയായി ഉയർന്ന് അവളുടെ നെഞ്ചിൽ ആഞ്ഞടിച്ചു. അയാൾ ഒരു പോലീസുകാരനാണ്. സത്യവും നുണയും തിരിച്ചറിയാനുള്ള അവൻ്റെ കഴിവ് അവളെ വല്ലാതെ ഭയപ്പെടുത്തി. അവളുടെ ഓരോ ശ്വാസത്തിലും ഒരു നുണ ഒളിഞ്ഞുകിടപ്പുണ്ടെന്ന് അവന് മനസ്സിലാക്കാൻ കഴിയുമോ എന്ന് സംശയിച്ച് ഒരു ഭയത്തോടെ അവൾ മൂളി. വിവാഹ നിശ്ചയത്തിനുള്ള ഒരുക്കങ്ങൾ എവിടെ വരെ എത്തി? അനീഷ് ഒരാശ്വാസം പോലെ ചോദിച്ചു. അക്കാര്യങ്ങളെല്ലാം നോക്കുന്നത് അച്ഛനാ. അതെല്ലാം അച്ഛനെ അറിയൂ, അഭിന പറഞ്ഞു. താനപ്പോൾ അക്കാര്യങ്ങളിലൊന്നും ശ്രദ്ധിക്കാറില്ലേ? അനീഷ് ചോദിച്ചു. ഞാൻ പഠിക്കല്ലേ, അതുകൊണ്ട് ഇക്കാര്യങ്ങളൊന്നും ഞാനുമായി അച്ഛൻ ഷെയർ ചെയ്യാറില്ല, അഭിന പറഞ്ഞു. ഇക്കാര്യങ്ങളെല്ലാം വീട്ടിലെല്ലാവരും ഒരുമിച്ചിരുന്ന് തീരുമാനിക്കണമെന്നാ എൻ്റെ അഭിപ്രായം. ഇവിടെ അങ്ങനെയാ. എല്ലാ കാര്യവും ഞങ്ങൾ മക്കളുമായി സംസാരിച്ചാ അച്ഛനും അമ്മയും തീരുമാനം എടുക്കുന്നത്, അനീഷ് പറഞ്ഞു. അനീഷിനോട് സംസാരിക്കുമ്പോൾ അവൾക്ക് വല്ലാതൊരു കുറ്റബോധം തോന്നി. അവൾ സംസാരം നിർത്താൻ എന്നവണ്ണം പറഞ്ഞു, അനിയേട്ടാ, എനിക്ക് പഠിക്കാനുണ്ടായിരുന്നു. നാളെ ക്ലാസ് ടെസ്റ്റ് ഉണ്ട്. താൻ എന്നെ ഒഴിവാക്കൊന്നുമല്ലല്ലോ? അനീഷ് ചോദിച്ചു. അല്ല, അവൾ പറഞ്ഞു. ഓക്കെ, താനിരുന്ന് പഠിച്ചോ. ഗുഡ് നൈറ്റ് എന്ന് പറഞ്ഞ് അനീഷ് കോൾ കട്ട് ചെയ്തു. എന്താ ഏട്ടാ, ഏട്ടത്തി ഒട്ടും റൊമാൻറ്റിക് അല്ലെന്ന് തോന്നുന്നു. അതോ ഏട്ടൻ പോലീസ് ഭാഷയിൽ സംസാരിച്ച് പേടിപ്പിച്ചു വച്ചിരിക്കുകയാണോ എന്ന് ചോദിച്ച് അനീഷിൻ്റെ അനിയൻ അഭിലാഷ് അവിടേക്ക് വന്നു. അനീഷ് ചിരിച്ചുകൊണ്ട് മറുപടി പറഞ്ഞു, പോടാ, അതൊന്നുമല്ല. അവൾക്ക് നാളെ ക്ലാസ് ടെസ്റ്റ് ഉണ്ടെന്ന്. പിന്നെ ഒരു ക്ലാസ് ടെസ്റ്റ്? എനിക്കും ഉണ്ടാകാറുണ്ട് ക്ലാസ് ടെസ്റ്റൊക്കെ. ക്ലാസ് ടെസ്റ്റ് ഉണ്ടെന്ന് കരുതി ഞാൻ എൻ്റെ ലവറോട് സംസാരിക്കാതിരിക്കാറൊന്നുമില്ല, അവൾ എന്നോടും, അഭിലാഷ് പറഞ്ഞു. എടാ, നീ ആള് കൊള്ളാലോ. നീ ആരോടാ സംസാരിക്കുന്നതെന്ന് മറന്നോ? അനീഷ് ചോദിച്ചു. എൻ്റെ ഏട്ടനോട്. ഏട്ടൻ്റെ കല്യാണമായല്ലോ, അടുത്തത് ഞാനല്ലേ. എൻ്റെ കാര്യം നേരത്തെ പറഞ്ഞു വച്ചാലല്ലേ പെട്ടെന്ന് നടക്കൂ. നിങ്ങളാരും പെണ്ണ് തേടി വിഷമിക്കണ്ടെന്ന് കരുതിയാ ഞാൻ തന്നെ കണ്ടെത്തി വച്ചത്, അഭിലാഷ് പറഞ്ഞു. കൊള്ളാം, പഠിക്കാൻ വേണ്ട ജോലിയും കിട്ടണ്ട. അതിനു മുൻപ് തന്നെ കല്യാണത്തെക്കുറിച്ച് ചിന്തിച്ചോ നീ? അനീഷ് പറഞ്ഞു. പഠനമൊക്കെ അതിൻ്റെ വഴിക്ക് നടക്കുവേട്ടാ. പക്ഷേ ജോലിയൊക്കെ കിട്ടിക്കഴിയുമ്പോഴേക്കും പെണ്ണ് വേറെ എവിടെയെങ്കിലും സെറ്റായി പോയാൽ എന്തു ചെയ്യും? അതുകൊണ്ട് സേഫ് സൈഡിൽ നിൽക്കുന്നതാ ബുദ്ധി, അഭിലാഷ് പറഞ്ഞു. നിന്റെ സേഫ് സൈഡ് പരിപാടിയൊക്കെ കൊള്ളാം. പക്ഷേ അച്ഛനും അമ്മയ്ക്കും കൂടെ ഇണങ്ങുന്ന പെണ്ണായിരിക്കണം, അനീഷ് കുറച്ച് ഗൗരവത്തിൽ പറഞ്ഞു. അതൊക്കെ ശരിയായിക്കോളൂ ഏട്ടാ. ഏട്ടൻ ഏടത്തെ വിളിച്ച് ടെസ്റ്റിൻ്റെ പേരും പറഞ്ഞ് റൊമാൻസ് മിസ്സാക്കല്ലെന്ന് പറയും. ഞാൻ പോയി എൻ്റെ സ്പെഷ്യൽ വണ്ണിനോടൊന്ന് ചാറ്റ് ചെയ്യട്ടെ എന്ന് പറഞ്ഞ് അഭിലാഷ് അവിടുന്ന് പോയി. അഭിലാഷ് പോകുന്നത് നോക്കി ചിരിച്ചുകൊണ്ട് കുറച്ചു നേരം അനീഷ് അവിടെ നിന്നു. പിന്നീട് പോയി ബെഡിൽ കിടന്ന് ഫോണിൽ അഭിനയുടെ അച്ഛൻ അയച്ചു കൊടുത്ത അഭിനയുടെ ഫോട്ടോ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് ചോദിച്ചു, അവൻ പറഞ്ഞത് ശരിയാണോ? നിനക്ക് ഒട്ടും റൊമാൻസ് ഇല്ലേ? എന്നിട്ട് ആ ഫോട്ടോ നോക്കി പുഞ്ചിരിച്ചുകൊണ്ടിരുന്നു. അഭിനയ്ക്ക് കിടന്നിട്ട് ഉറക്കം വന്നില്ല. ഒരു വശത്ത് സ്നേഹനിധിയായ അച്ഛനും അമ്മയും,
മറുവശത്ത് വൈശാഖിൻ്റെ ബ്ലാക്ക് മെയിലിംഗ്. അനീഷ് വിളിക്കുമ്പോൾ സ്നേഹത്തോടെ സംസാരിക്കാൻ കഴിയാത്തതിൻ്റെ വീർപ്പുമുട്ടൽ അവളിൽ വലിയൊരു ഭാരമായി അമർന്നു. ഫോൺ റിങ് ചെയ്യുന്ന ശബ്ദം കേട്ട് ഒരു ഞെട്ടലോടെ അവൾ എഴുന്നേറ്റു. സ്ക്രീനിൽ വൈശാഖിൻ്റെ പേര് തെളിഞ്ഞു. അവൾ കോൾ അറ്റൻഡ് ചെയ്യണോ എന്ന് സംശയിച്ച് കുറച്ചു നേരം അതിലേക്ക് നോക്കിയിരുന്നു. എടുത്തില്ലെങ്കിൽ അച്ഛൻ്റെ നമ്പറിലേക്ക് വിളിച്ചാലോ എന്ന് വിചാരിച്ച് അവൾ മടിച്ച് കോൾ എടുത്തു. ഫിയാൻസിയുമായി സംസാരിച്ചതിൻ്റെ ക്ഷീണത്തിൽ ഉറങ്ങിയോ? കോൾ എടുക്കാൻ എന്താ വൈകിയത്? വൈശാഖ് ചോദിച്ചു. അവളുടെ കണ്ണുകൾ സങ്കടക്കടലായി മാറി. കവിളിലൂടെ ഒഴുകിയ കണ്ണുനീർ തുടച്ചുകൊണ്ട് ഉള്ളിലെ സങ്കടവും അമർഷവും അടക്കിപ്പിടിച്ച് അവൾ പറഞ്ഞു, ഇനി എനിക്ക് കഴിയില്ല. ഇനി ഇങ്ങനെ അഭിനയിക്കാൻ എനിക്ക് വയ്യ. നടന്നതെല്ലാം ഞാൻ എല്ലാവരോടും തുറന്നു പറയും. മകളുടെ മാനം പോയതറിഞ്ഞ് നിന്റെ അച്ഛൻ ചങ്ക് പൊട്ടിച്ചാവുന്നത് കാണാനാണ് നീ ആഗ്രഹിക്കുന്നതെങ്കിൽ എല്ലാവരോടും പറഞ്ഞോ. അല്ല, അച്ഛൻ ജീവിച്ചിരിക്കണം എന്നാണെങ്കിൽ നീ ഒന്നും ആരോടും പറയില്ല, വൈശാഖ് പറഞ്ഞു. അയാൾ ഒരു പോലീസുകാരനാ. എൻ്റെ ഓരോ ചലനങ്ങളിലും അയാൾക്ക് സംശയമുണ്ട്. അയാളുടെ മുന്നിൽ അഭിനയിച്ച് പിടിച്ചു നിൽക്കാൻ എനിക്ക് കഴിയില്ല. നിങ്ങൾക്ക് പകരം വീട്ടാനാണെങ്കിൽ എൻ്റെ ജീവൻ ഞാൻ പകരം തരാം. എൻ്റെ അച്ഛനെ വെറുതെ വിട്. എൻ്റെ അമ്മയ്ക്കും അനിയനും വേറെ ആരുമില്ല, അഭിന കരഞ്ഞുകൊണ്ട് പറഞ്ഞു. എന്താ അഭിന ഇത്? എനിക്ക് നിന്നോട് ഒരു പകയില്ല. എൻ്റെ പക മുഴുവൻ നിൻ്റെ അച്ഛനോടും അമ്മയോടുമാ. എനിക്ക് നീയൊരു ഉപകരണം മാത്രാ. പിന്നെ ഞാൻ എന്തിന് നിൻ്റെ ജീവൻ വേണമെന്ന് ആഗ്രഹിക്കണം? നീ മരിക്കരുത്. എല്ലാറ്റിനും സാക്ഷിയായി നീ ജീവിച്ചിരിക്കണം. നീ ജീവിച്ചിരിക്കുന്ന കാലത്തോളം മാത്രമേ നിൻ്റെ അച്ഛനും അമ്മയ്ക്കും ആയുസുള്ളൂ, വൈശാഖ് പറഞ്ഞു. വൈശാഖിൻ്റെ വാക്കുകളിലെ ക്രൂരത കേട്ട് അഭിനയുടെ ഉള്ളിൽ പകയും സങ്കടവും അണപൊട്ടി ഒഴുകി. നിങ്ങളൊരു ദുഷ്ടനാ. അത് തിരിച്ചറിയാതെ ഞാൻ നിങ്ങളെ ഒരുപാട് സ്നേഹിച്ചു. എനിക്കത് ഓർക്കുമ്പോൾ വെറുപ്പ് തോന്നുക. എന്നോട് തന്നെ എനിക്ക് അറപ്പ് തോന്നുക, അവൾ കരഞ്ഞുകൊണ്ട് പറഞ്ഞു. അത് കേട്ട് അവനൊന്ന് പൊട്ടിച്ചിരിച്ചു. ആ ചിരിയിൽ അലയടിച്ചത് ഒരു ക്രൂരനായ വേട്ടക്കാരൻ്റെ വിജയാഹ്ലാദമായിരുന്നു. നീ എന്നെ സ്നേഹിച്ചതും ഇപ്പോൾ വെറുക്കുന്നതൊക്കെ എൻ്റെ കളിയുടെ ഭാഗം മാത്രാ. നിന്റെ അച്ഛനും അമ്മയും അനുഭവിക്കാൻ പോകുന്ന നരകത്തിൻ്റെ ആമുഖം മാത്രാ നിന്റെ ഈ സങ്കടം. എൻ്റെ കളികൾ ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല. വർഷങ്ങളുടെ കാത്തിരിപ്പുണ്ടതിന്. ഫ്രണ്ട്സുമായി നാട് ചുറ്റാൻ ഇറങ്ങിയപ്പോഴാ ആദ്യമായി ഞാൻ ഈ നാട്ടിലെത്തുന്നത്. വളരെ യാദൃശ്ചികമായിട്ടാ അന്ന് നിന്റെ അച്ഛനെയും അമ്മയും ഞാൻ കാണുന്നത്. ആൾത്തിരക്കുകൾക്കിടയിലും വളരെ പരിചിതമായ ഒരു മുഖം കണ്ടപ്പോൾ ആരായിരിക്കും എന്നറിയാൻ ഒരു കൗതുകം തോന്നി. പരിചയം എങ്ങനെയാണെന്ന് മനസ്സിലായത് വീട്ടിൽ ചെന്ന് ആൽബം എടുത്ത് നോക്കിയപ്പോഴാ. അന്നു മുതൽ നിങ്ങൾ എൻ്റെ നിരീക്ഷണത്തിലാ. വളരെ കഷ്ടപ്പെട്ടാ കോളേജിൽ കയറി പറ്റിയത്. ബാക്കിയുള്ള കളികളൊക്കെ എന്തിന് ഞാൻ പറയണം? നിനക്കറിയാവുന്നതല്ലേ, വൈശാഖ് പറഞ്ഞു. വൈശാഖിൻ്റെ വാക്കുകൾ കേട്ട് അഭിന സ്തംഭിച്ചുപോയി. അവളുടെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ ധാരയായി പെയ്തിറങ്ങി. ആദ്യം ഞാൻ വിചാരിച്ചത് എൻ്റെ അപ്പച്ചി ചെയ്തതുപോലെ കല്യാണ തലേന്ന് രാത്രി നിന്നെ അവിടുന്ന് ചാടിക്കാന്നായിരുന്നു. അതിനുശേഷമുള്ള നിന്റെ ജീവിതോർത്ത് നിന്റെ അച്ഛനും അമ്മയും കരഞ്ഞു കാലം കഴിക്കണമെന്നായിരുന്നു വിചാരിച്ചിരുന്നത്. പക്ഷേ എത്ര ശ്രമിച്ചിട്ടും എനിക്ക് നിന്നെ സ്നേഹിക്കാൻ കഴിയുന്നില്ല. എന്തിനാ ഞാൻ നിങ്ങളോടുള്ള പകയ്ക്ക് എൻ്റെ ജീവിതം നശിപ്പിക്കുന്നത്? അനീഷ് രാജുമായുള്ള കല്യാണം ഭംഗിയായി കഴിഞ്ഞോട്ടെ. ബാക്കിയുള്ള കളികൾ അതിനു ശേഷം. ഇപ്പോൾ പ്രതിശ്രുതവരനെ സ്വപ്നം കണ്ട് സുഖമായി കിടന്നുറങ്ങിക്കോ എന്ന് പറഞ്ഞ് വൈശാഖ് കോൾ കട്ട് ചെയ്തു. വൈശാഖിൻ്റെ വാക്കുകൾ കേട്ട് ഒരു തളർച്ചയോടെ അഭിന കിടക്കയിലേക്ക് വീണു.